രാവിലെ തന്നെ എല്ലാവരും വിചാരിക്കും എന്താ വൈക്കോൽ ഉന്തിക്കിടക്കുന്നത്. വൈക്കോൽ ഞങ്ങൾ ഫ്രണ്ടിലുണ്ടായ പോർച്ചിലുണ്ടായ വൈക്കോലെടുത്ത് ബാക്കിലോട്ട് വെക്കുകയാണ്. ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഫ്രണ്ടിൽ എന്തിനാണ് വൈക്കോൽ വെക്കണം. നമുക്കറിയാം ഫ്രണ്ടിൽ വൈക്കോൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിക്കുറവാണ്, ശരിയാണ്. പിന്നെ നമ്മൾ കർഷകരാണ്, നമ്മളങ്ങനെ നോക്കണില്ല. വീടൊക്കെ വൃത്തിയാക്കി ഇടുക, പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുക. അല്ലാതെ ഫ്രണ്ടിൽ വൈക്കോൽ വെച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചെറിയൊരു വരുമാന മാർഗമാണ്, പശുക്കൾക്കുള്ള തീറ്റയാണ്. ഞാനിങ്ങനെ വൈക്കോലും തീറ്റാണ്ട് ഉണക്കണേ, അല്ലെങ്കിൽ തന്നെ എനിക്കൊരടപ്പുണ്ട്. ഇങ്ങനെയുള്ള പണിയൊക്കെ എടുക്കുന്ന ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. പശുക്കളുടെ പണിയൊക്കെ ഒട്ടും തന്നെ ചിന്തിച്ചിട്ടില്ലാത്തൊരു പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പശുക്കളുടെ പണി അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, സമാധാനം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറേ നാളും നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടി. അത് തന്നെ മനസ്സമാധാനം. അതാണ് എനിക്ക് ഏറ്റവും വലുത്. പണിയൊക്കെ എടുത്തുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അല്ല, അപ്പൊ പശു അങ്ങനെ പശു അതൊക്കെ എടുത്ത് അങ്ങോട്ട് ചായച്ച് മുകളിൽ വെക്കും. അപ്പൊ പശുവിനാവോ ഏർക്കൂടില്ലേ? നമ്മുടെ കണ്ണത്തിന് വെട്ടി വേർക്കും കേട്ടോ. അപ്പോഴത്തെ ചൂടായിട്ട് രാവിലെ തന്നെ പണി ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭാരപ്പെട്ട പണിയൊന്നും എടുക്കാൻ പറ്റില്ല. ചാലിട്ടേക്കാം അല്ലേ. കുറച്ച് എടുത്തോ. त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्यां द्रविणं त्वमेव त्वमेव सर्वं मम देवदेव. श्रीगुरुवायूरप्पा शरणं नमो नारायणाय. नारायण 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 സത്യനാരായണ നാരായണ 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 നാരായണ. നമ്മളെല്ലാവരും കൂടി പണിയെടുക്കാട്ടോ. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നതാണ്. നമ്മുടെ മക്കളും രജീഷേട്ടൻ റെസ്റ്റ് എടുക്കാട്ടോ. രജീഷേട്ടൻ ജോലിക്ക് പോകണ്ടേ. അപ്പോൾ രാവിലെ രജീഷേട്ടൻ്റെ പണി കഴിഞ്ഞ് രജീഷേട്ടൻ റെസ്റ്റ് എടുക്കും. അപ്പോൾ എൻ്റെ മക്കളുടെയും പണിയാണ്. അതിനകത്ത് മൂട്ടാണ് മാലകെട്ടലൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെ ബാക്കി വൈക്കോല് എടുത്ത് പാകം ചേർത്ത് വെക്കണം, ഞങ്ങളുടെ ഡ്യൂട്ടി ആട്ടോ. അപ്പോൾ ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ മുഷിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുഞ്ചപ്പൻ 2 എണ്ണം കൂടി ഉന്താനുള്ള പണിയിലാണ്. അവൻ എങ്ങനെ പണി എളുപ്പമാക്കാമെന്നുള്ള മറ്റു ചിന്തയിലാണ് കേട്ടോ പണിയെടുക്കുന്നത്. എന്തെന്ന് മക്കള്? അച്ഛൻ്റെ മക്കളെ അവൻ പറഞ്ഞ കേട്ടോ. അച്ഛൻ്റെ മക്കളെ എന്തും കൊണ്ട് വരാൻ? സാധനം കൊണ്ടാ. ആ അതേ കണ്ട, അതേ മമ്മി ആ ചെറുക്കൻ വീണ്. ഈശ്വരോ, ഇങ്ങനെ ഒരു അലബലാതിത്തരം കാണിക്കണ ചെറുക്കൻ ഇപ്പൊ മുഞ്ഞുകുത്തി വീണേടാ. ആ ഇപ്പൊ എങ്ങടാ പോയേ? ഇപ്പൊ ഭൂമിയുടെ അടിയിലോട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വാടോ വേവേം. താനാ 4G ആണോ? 3G. അപ്പൊ അത് 2G ആവുമ്പോ ബെറ്റർ ആണ് കേട്ടോ. ആ അപ്പൊ 4G ആവോ? എന്തെന്നാണ് പറയടോ? മനസ്സിലായില്ല താൻ ഉദ്ദേശിച്ചത് എന്താണ്? എന്തെന്ന്? പൊറോട്ട കഴിക്കാനാ? ഗായ്സ്, നിങ്ങളിലേക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫുള്ള് എടുത്തിക്കാണ്, പിടിച്ചതൊന്നുമില്ല. നമ്മളിവിടെ ഫുള്ള് ഫ്രണ്ടിരുന്ന വൈക്കോലെല്ലാം ബാക്കിലോട്ടാക്കുന്നു. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായി. പിന്നെ ഇവിടെയൊക്കെ മൊത്തം വൈക്കോല് റോൾ ചെയ്ത് കൊണ്ട് വന്നപ്പോൾ ചെറുതായിട്ട് അഴിഞ്ഞു വീഴുമല്ലോ. അപ്പം
അത് അമ്മ അടിച്ചുകൊണ്ടിരിക്കണം, അത് കാണിച്ചു തരാം. അവൻ മാത്രം അവനൊക്കെ ചെയ്യും. ദേവ പന്തിൻ്റെ അവസ്ഥ നോക്കി കടിച്ച് കീറുക ചേട്ടൻ. കൊടുത്തുമ്മനുണ്ടപ്പ ഒരു സ്ഥലത്ത് നിൽക്കും. ആഫ്രിക്കൻ ലംബിടും കോക്ടെയിൽ. കാണിക്കുന്നോടാ പറഞ്ഞു. ഏത് ഡ്രസ് അമ്മ? ഫ്രണ്ടിൽ നിന്ന് എടുക്കട്ടെ അതോ സൈഡിൽ നിന്ന് എടുക്കണം? വീഡിയോ ഒക്കെ പറഞ്ഞിടാനല്ലേ എല്ലാരും കാണിക്കുന്നുണ്ട്. കാണിക്കാൻ വിചാരിച്ച അതും കാണിക്കുന്നില്ല. പറയാം ആ ഡയലോഗ് പറഞ്ഞിടുവാണെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്യാല്ലേ. അജിത്ത് ആ ലൈറ്റ് അട്ടിട്ടോ നാം ജലമണ പോണല്ലേ. പിന്നെ ഇതിന് അതൊക്കെ എടുത്തിടണേ. ഇതായിരിക്കണം ചേട്ടാ. ഇങ്ങനെ ചെയ്യണം. നമ്മുടെ സൗണ്ട് മുഖം വെളുത്തിക്കണ കഴുത്തിന്റെ അവിടെ കറുത്തിക്കിട്ട വെളുപ്പല്ല വാഹനത്തിൽ ചാരക്കളറായി. എനിക്കറിയാം നാണക്കിടും വിചാരിക്കണല്ല അല്ലേ?
ഞാൻ നമ്മളിത് തൊടാറുണ്ടോ ഇനി? എന്താ ഇവിടെ നോക്കുന്നത്? ഓക്കെയാ? പാത്രങ്ങൾ 1/2 മണിക്കൂർ. അവിടെ പോലും പോയിട്ട് അക്കി തുടക്കേണ്ടത് വേണ്ട. മക്കളൊക്കെ പുട്ടും കടലൊക്കെ കഴിച്ചിട്ടോ. പുട്ടും കടലുള്ള ദിവസം വൈകുന്നേരം വരെ പുട്ടും കടലേ. അപ്പൊ നമുക്ക് വിഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമുണ്ട്. രസം വേണ്ട. എന്താ രസം? ഇന്നലെ ഇപ്പം രസം ഉണ്ടാക്കി. ഇന്നലെ രസം ഇന്നലെ ഇപ്പം രസം ഉണ്ടാക്കി. ഇന്നലെ അല്ല ഇന്ന്. ഞാൻ രസമൊക്കെ ഉണ്ടാക്കണമെന്ന് കാണില്ല. താൻ രാവിലെ ഒരു ടിവിയുടെ മുന്നിൽ ഇരിക്കല്ലേ. പക്ഷെ ഇന്നലെ വഴുതനങ്ങ മെഴുക്കറ്റി ഉണ്ടാക്കിയത് രേഷയാണ്. ഇന്ന് ഞാൻ വഴുതനങ്ങയിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു തോരൻ പോലെ വെച്ചു. ആരും കഴിക്കുന്നു തോന്നണില്ല. ഞാൻ തന്നെ കഴിക്കേണ്ട ഒരു കാണാൻ കഴിച്ചോളും. കാണാൻ മീൻകറി ഇന്നലത്തെ കുറച്ച് ഇരിപ്പുണ്ട്. ഒരു കഷ്ണം മീൻ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ കഴിക്കണില്ല. മീൻ വറുത്തതില് എന്തോ ഒരു പാഴ്സൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ നല്ല മുളക് ചമ്മന്തി ഉണ്ട്. കുറച്ചെടുക്കുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ചോറ്. രസവും ചോറും തോരനും. വേണ്ട, വെജിറ്റബിൾ അല്ല ആയതുകൊണ്ടൊന്നും ഇറങ്ങില്ല ആർക്കും. എപ്പോഴും വെജിറ്റബിൾ നോൺ മാത്രം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ബ്രേക്ക്. ഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ കേട്ടേ തവള കരഞ്ഞ ശബ്ദമാണ്. അത് ഉപ്പം കരഞ്ഞതാ. ഞാനോർക്ക് പാമ്പ് പിടിച്ചായിരിക്കുന്നു. തവള രക്ഷപ്പെട്ടാ? അയ്യടാ, അതിനെ കൊണ്ടുപോകുമ്പോ എന്തിനാണ്? അതിന്റെ പകുതി ജീവൻ ഉപ്പം കളഞ്ഞിട്ടുണ്ടാവും. എന്തായി കണ്ട? അവിടെ കിടപ്പണ്ട. ഇനി കാക്ക കുത്തിക്കളയും, അതിനെ തിന്നും. ഇടാ ഒരു തവള രക്ഷപ്പെട്ട് ഉപ്പൻ എടുത്തുകൊണ്ട് പോകാൻ പോയതാട്ടോ. എന്നിട്ട് ഉപ്പൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ തവളക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നാനില്ല. കാക്ക കൂട്ടങ്ങൾ വന്നിട്ടുണ്ട്. നെഞ്ചേർന്ന് പിടക്കണല്ല, അതിന് ശ്വാസം വലിക്കണം. അങ്ങനെയാണത്. എന്താണ് ശങ്കരിയൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. ശബ്ദം കേട്ടിട്ടാന്ന് തോന്നുന്നു. വെയിലായതുകൊണ്ടാണോടാ? വെയിലത്ത് മാറ്റണോ? അങ്ങനെ നമ്മുടെ പണിയൊക്കെ ഒതുങ്ങി. ഉച്ചത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പം ഞാൻ കുടിക്കാനായിട്ടുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് മക്കളോട് ഓഫ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ പോവാട്ടോ. മണിക്ക് നമ്മൾ എഴുന്നേക്കാണ്. ഇനി കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിൽ ഇനി വൈകുന്നേരത്തെ പണിക്ക് നമ്മളുടെ തല പോകില്ല കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങണം. എന്നാലും നമ്മുടെ ക്ഷീണമൊക്കെ മാറുന്നു. അപ്പം ഞാൻ കിടക്കാൻ പോവാണ്. പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, വൈകുന്നേരം കാണാം. നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ വൈകുന്നേരത്തെ പണി തുടങ്ങാൻ പോവാണ്. നമ്മുടെ പശുക്കൾ 4 പശുക്കൾ കറക്കാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കറക്കാൻ പോവാണ്. അപ്പം നമ്മുടെ കൂടെ കുഞ്ചപ്പനുണ്ട് സഹായിക്കാനായിട്ട്. പോവാം, കുഞ്ചപ്പൻ സഹായിക്കാം. എന്ത് ചെയ്യാൻ പോണു മോൻ? ഇവിടെ പാത്രം നോക്കണം. പാത്രം എല്ലാം അവിടെയാണോ? അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. ഭദ്രയുടെ അത് എടുക്കണ്ട. ഭദ്ര വരുമ്പോൾ കഴിക്കുകയാണെങ്കിൽ അത് കൊടുക്കാം. ഇപ്പൊ തൽക്കാലം ഇതിന് എല്ലാം കൂടി മിക്സ് ഇടാൻ നിൽക്കണ്ട. 4 ഇട്ട് കൊടുക്ക്. ബാക്കി പാത്രം ഇതിന്റെ അടിയിൽ പോയിട്ടുണ്ട്. അപ്പൊ വൈക്കോലിട്ടാണ് ഇതിന്റെ ഉണ്ടോ?
ഞങ്ങൾ വാഴക്കുളത്ത് പോവാട്ടോ, എല്ലാവരും കൂടി വാഴ. പാറു ഉറങ്ങണം, പാറിന് ചെറുതായിട്ടൊരു പനിയുണ്ട്, അതുകൊണ്ട് പാറു ഇങ്ങനെ ക്ഷീണമായിട്ട് കിടക്കണം. ഞങ്ങൾ വാഴക്കുളത്ത് പോവാണ്. എന്നിട്ട് ഒരു വീഡിയോ അതിൻ്റെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.